ഈ കുട്ടികളെ കൊണ്ടാ ബലിയിടിക്കേണ്ടത്. അതിന് അപാകതകളൊന്നുമില്ലല്ലോ. ബലിതർപ്പണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാതാപിതാക്കളോടും പൂർവികരോടും കടം വീട്ടാനുള്ള ഒരു മാർഗം. പുത്രൻ ബലിയിടുമ്പോ പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കുമെന്നും ആ കടം വീടുമെന്നുമാണ് വിശ്വാസം. പുത്ത് എന്ന് പേരുള്ള നരകത്തിൽ നിന്നും പിതാവിനെ ത്രാണനം ചെയ്യുന്നവൻ ആരോ അവനാണ് പുത്രൻ. മരണാനന്തരം ആത്മാവ് പരലോകത്തു നിന്ന് പിതൃലോകത്തേക്ക് എത്തുന്നതിനും അവിടെ അവർക്ക് ഊർജം ലഭിക്കുന്നതിനും പുത്രൻ നൽകുന്ന പിണ്ഡം സഹായിക്കുമെന്നാണ് സങ്കല്പം. പുരാതന കാലത്ത് പുത്രന്മാർക്ക് മാത്രമാണ് ഇതിന് അധികാരമുണ്ടായിരുന്നതെങ്കിലും ഇന്നത്തെ കാലത്ത് പെൺമക്കളും അടുത്ത ബന്ധുക്കളുമൊക്കെ പിതൃതർപ്പണം നടത്താറുണ്ട്. കുട്ടികളെ തൊഴിപ്പിച്ച് ഒരു തോർത്ത് വട്ടം ചുറ്റി വേണം വരാൻ. ശരി തിരുമേനി, മാമക്കളെ. തിരുമേനി, എന്റെ വിഷ്ണുവേട്ടൻ മരിച്ചതായിട്ട് ഞങ്ങൾക്ക് ആർക്കും ഉറപ്പില്ല. ഒരു ജ്യോത്സ്യര് പറഞ്ഞതനുസരിച്ച് ഈ കർമ്മങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്ന. പോലീസ് അന്വേഷിച്ചപ്പോ ഇതുപോലെ ഒരാളുടെ ശവസംസ്കാര ചടങ്ങുകൾ നടത്തിയെന്ന് മധുരയിലെ ഒരു ആംബുലൻസ് ഡ്രൈവർ പറയുകയും ചെയ്തു. പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. എന്നെങ്കിലും ഒരിക്കലും ഞങ്ങളെ കാണാൻ വേണ്ടി വരും. ആ ഒരു ഉറപ്പില്ല ഞാൻ മുന്നോട്ട് പോകുന്നത്. അത്രയും ഉറപ്പുണ്ടെങ്കിൽ ഈ ഒരു ചടങ്ങ് വേണോ കുട്ടി? അമ്മയുടെ നിർബന്ധം ഇനി തടയാൻ പറ്റില്ല. അപ്പോൾ കുട്ടികളെ എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങൾ ബലിയിടിക്കാൻ പോകുന്നത്? അച്ഛൻ തിരിച്ചു വരാനുള്ള പൂജ. ഭഗവാനെ, വലിയ ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെയാണല്ലോ കടന്നു പോകേണ്ടത്. തിരിച്ചറിവുള്ള കുട്ടികളാ. കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് മന്ത്രങ്ങൾ ചൊല്ലേണ്ടി വരുമല്ലോ. എന്താ ഭർത്താവിന്റെ പേരെന്താ പറഞ്ഞത്? വിഷ്ണു. നക്ഷത്രം? രേവതി.